ഏവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത ഒരു മേഖല, അതായത് അസ്ഥി വ്യവസ്ഥ എന്നൊരു മേഖലയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ചലനം സാധ്യമാക്കുന്നത് എങ്ങനെയാണ്? അസ്ഥി വ്യവസ്ഥയുടെയും പേശി വ്യവസ്ഥയുടെയും സംയോജിച്ചുള്ള പ്രവർത്തനം മൂലമാണ് നാം ചലിക്കുന്നത്, ശരിയല്ലേ? നമുക്കൊരു ചട്ടക്കൂടില്ലേ, നോക്ക്, നമുക്കിങ്ങനൊരു ആകൃതി, ആ ചട്ടക്കൂട് നൽകുന്നത് എങ്ങനെയാണ്? അസ്ഥി ഉണ്ടായതുകൊണ്ടാണ്. ആ സ്കെലിട്ടൺ അനുസരിച്ചല്ലേ നമുക്കൊരു ഷേപ്പ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ചലനത്തിനും നമ്മുടെ ശരീരത്തിനും ഒരു ആകൃതി നൽകുന്നതും ആരാണ്? അസ്ഥിയാണ്. അപ്പോൾ ചലനത്തിന് സഹായിക്കുന്ന ഏതൊക്കെ വ്യവസ്ഥയാണ്? അസ്ഥി വ്യവസ്ഥയും പേശി വ്യവസ്ഥയും. നമുക്കൊരു ആകൃതി നൽകുന്നത് എങ്ങനെയാണ്? അസ്ഥികൂടമാണ്, ശരിയല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയണം. PSC പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അപ്പോൾ അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്താ? ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്താ? ഓസ്റ്റിയോളജി. അസ്ഥികോശങ്ങളെ വിളിക്കുന്ന പേരെന്താ? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. മനുഷ്യരിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാ? 206. മനുഷ്യരിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. തീർന്നില്ല, അതിൻ്റെ വെയിറ്റ് ആണ് ചോദിക്കുന്നത്. 206 അസ്ഥിയുടെ വെയിറ്റ് ശരാശരി എത്രയാ? 9 കിലോഗ്രാം ആണ്. LGS പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ആകെ അസ്ഥി 206, അതിന് വെയിറ്റ് കിലോഗ്രാമിൽ പറയുമ്പോൾ എത്രയാ? 9 കിലോഗ്രാം. ശതമാനത്തിൽ പറയുമ്പോൾ എത്രയാ? 15%. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആകെ അസ്ഥി 206, കുഞ്ഞിൻ്റെ അസ്ഥി 300. അപ്പം നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. ക്ലിയർ ആയല്ലോ? അപ്പം നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം 300. ആനയുടെ അസ്ഥി എത്രയാ? 286. ആനയുടെ അസ്ഥി എണ്ണം എത്രയാ? 286. ഈ മനുഷ്യൻ്റെ കൂട്ടത്തിൽ ആനയുടെ അസ്ഥി പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആനയുടെ മുഴുവൻ അസ്ഥിയും എക്സിബിഷന് വെച്ചിട്ടുള്ള കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ ഗവി മ്യൂസിയം. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആനയുടെ മുഴുവൻ അസ്ഥിയും എക്സിബിഷന് വെച്ചിട്ടുള്ള കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ്? ഗവി മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്കും നേത്ര ബാങ്കും എവിടെയാണ്? ചെന്നൈയിലാണ്. എന്തൊക്കെയാ പറഞ്ഞേ? ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്കും നേത്ര ബാങ്കും എവിടെയാണ്? ചെന്നൈയിലാണ്. ഓക്കെ, മനസ്സിലായോ? ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്കും നേത്ര ബാങ്കും എവിടെയാണ്? ചെന്നൈ. അപ്പോൾ ത്വക്ക് ബാങ്ക് എവിടെയാണെന്ന് ഓർക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് ബാംഗ്ലൂരിലാണ്. എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യാസ് ഫസ്റ്റ് സ്കിൻ ബാങ്ക് എവിടെയാണ്? ബാംഗ്ലൂരാണ്. മനുഷ്യരിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫിമർ. ഏതാണ്? ഫിമർ. മനുഷ്യരിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാ? ഫിമർ. തുടയലിലാണ്. തുടയലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫിമർ. അപ്പോൾ മനുഷ്യരിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാ? ഫിമറാണ്. ക്ലിയർ ആയല്ലോ? മനുഷ്യരുടെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയും ഏതാണ്? ഫിമറാണ്. അപ്പോൾ ഏറ്റവും വലിയ അസ്ഥിയും ഏറ്റവും നീളം കൂടിയ അസ്ഥിയും ഫിമറാണ്. എത്ര നീളം എന്നറിയാമോ? 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫിമറിൻ്റെ, നമ്മുടെ തുടയലിൻ്റെ നീളം എത്രയാ? 50 സെൻറ്റിമീറ്റർ. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. മനുഷ്യരിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. ക്ലിയർ ആയല്ലോ? ഏറ്റവും കാഠിന്യമുള്ള അസ്ഥി ഏതാ? കീഴ്ത്താടിയല്. മനുഷ്യരിലെ ഏറ്റവും കാഠിന്യമുള്ള അസ്ഥി ഏതാ? കീഴ്ത്താടിയല്, അതായത് മാൻഡിബിൾ എന്ന് പറയും. എന്ത് പറയും? കീഴ്ത്താടിയൽ. ഇനി ആരെങ്കിലും കീഴ്ത്താടിയലിന് ഇടിക്കുമ്പോൾ പറയണം, എൻ്റെ മാൻഡിബിൾ. ഏതാണ്? മാൻഡിബിൾ. അപ്പോൾ കീഴ്ത്താടിയല്ല. നോക്കിയേ, തലയോട്ടിയില ചലനശേഷിയുള്ള ഏക അസ്ഥിയാണ് ഏതാ? മാൻഡിബിൾ. തലയോട്ടിയിൽ ചലനശേഷിയുള്ള ഏക അസ്ഥിയാണ് ഏതാ? മാൻഡിബിൾ. ക്ലിയർ ആയല്ലോ? ഇനി എന്താ? ഏറ്റവും കീഴ്ത്താടിയല് മനസ്സിലായി, മേൽത്താടിയൽ നമുക്ക് പഠിക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ വികലാംഗർ ഉള്ള രാജ്യം എന്നല്ല പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ് ഇന്ത്യയിലുള്ളത് നമുക്ക് നോക്കണ്ടേ? ഏറ്റവും കൂടുതൽ ക്ഷയരോഗി, ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗി, ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗി, ഏറ്റവും കൂടുതൽ അന്ധന്മാർ, ഏറ്റവും കൂടുതൽ വികലാംഗർ ഉള്ള രാജ്യം ഏതാ? നമ്മുടെ ഇന്ത്യയാണ്. ഇനി നമ്മുടെ അസ്ഥി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണ്ടേ? നമ്മുടെ മനസ്സിലേക്ക് കാൽസ്യം ഫോസ്ഫേറ്റ് വരുന്നത്, അങ്ങനെയല്ല പഠിക്കേണ്ടത്. അസ്ഥി നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ: 1 കാൽസ്യം ഫോസ്ഫേറ്റ് പ്ലസ് കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ അസ്ഥി നിർമ്മിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം ഫോസ്ഫേറ്റും ഉണ്ട്, കാൽസ്യം കാർബണേറ്റും ഉണ്ട്. അപ്പോൾ ബോൺസ് ആർ മേഡപ്പ് ഓഫ് കാൽസ്യം ഫോസ്ഫേറ്റ് പ്ലസ് കാൽസ്യം കാർബണേറ്റ്, രണ്ടും ഉണ്ട്. അപ്പോൾ അസ്ഥിയിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്നറിയാമോ? കാൽസ്യം ഫോസ്ഫേറ്റ്. 85% എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ എന്താ പറഞ്ഞേ? മേജർ കമ്പണൻറ്റ് ഏറ്റവും കൂടുതൽ ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്, 85%. അതുകൊണ്ട് അസ്ഥിയെ രാസപരമായി അറിയപ്പെടുന്ന പേര് അറിയണ്ടേ? അസ്ഥിയെ രാസപരമായി അറിയപ്പെടുന്ന പേരാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. എല്ലും പല്ലും രാസപരമായി അറിയപ്പെടുന്ന പേര് കാൽസ്യം ഫോസ്ഫേറ്റ്. നമ്മുടെ പല്ലും എല്ലും രാസപരമായി അറിയപ്പെടുന്ന പേര് കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരു കാര്യം നമുക്ക് മനസ്സിലായി.
മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം നിസ്സംശയം പറഞ്ഞുകൂടെ? കാൽസ്യം. മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യം. മനുഷ്യരിലുള്ള ലോഹം ഏതാ? കാൽസ്യം. മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ മൂലകം ഏതാണ്? ഓക്സിജൻ. ഏതാണ്? മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ലോഹം കാൽസ്യം. ലോഹം കാൽസ്യം. മൂലകം ഓക്സിജൻ. അപ്പോൾ മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം നമുക്ക് മനസ്സിലായി, കാൽസ്യം. ലോഹം കാൽസ്യം. മൂലകം ഓക്സിജൻ. മൂലകം ഏതാ? ഓക്സിജൻ. പദാർത്ഥം ഏതാ? ജലം. പദാർത്ഥം ഏതാ? ജലം. ജലത്തിൻ്റെ അളവ് നമ്മൾ പഠിച്ചതല്ലേ? എത്രയായിരുന്നു? 65% അല്ലെങ്കിൽ 40 ലിറ്റർ. മറക്കരുത്, 65% അല്ലെങ്കിൽ 40 ലിറ്റർ. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? മനസ്സിലായോ? എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി. ഏതാണ്? വൈറ്റമിൻ ഡി. എന്താ പേര്? മറന്നോ? കാൽസിഫെറോൾ. ഏതാണ്? കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം നമ്മൾ പഠിച്ചതല്ലേ? വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അസ്ഥിയെ ബാധിക്കുന്ന 2 അസുഖങ്ങൾ നമുക്ക് നോക്കാം. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗം കണരോഗം. കണരോഗം അഥവാ റിക്കറ്റ്സ്. കണരോഗം അഥവാ കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ്. റിക്കറ്റ്സ്. ഇനി മുതിർന്നവർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവർക്കുള്ള രോഗം ഏതാ? ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോമലേഷ്യ. അപ്പോൾ അസ്ഥി നിർമ്മിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. കാൽസ്യം ഫോസ്ഫേറ്റ് പ്ലസ് കാൽസ്യം കാർബണേറ്റ്. പക്ഷേ അസ്ഥിയിൽ ഏറ്റവും കൂടുതൽ എന്താ? 85% എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അസ്ഥിയെ രാസപരമായി വിളിക്കുന്ന പേര് കാൽസ്യം ഫോസ്ഫേറ്റ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ ആണല്ലോ? എന്നാൽ എല്ലാത്തിലും പൊതുവായി കാൽസ്യം ഉണ്ട്. നോക്കിയേ, എല്ലാത്തിലും പൊതുവായി കാൽസ്യം ഇല്ല. ഈ കാൽസ്യം വെച്ചുള്ള പദാർത്ഥങ്ങളെല്ലാം ഇപ്പം പറഞ്ഞു ഏൽപ്പിക്കണം. എല്ലാവരും ഇപ്പം തന്നെ പറഞ്ഞു ഏൽപ്പിക്കണം. അപ്പോൾ കാൽസ്യം എല്ലാത്തിലും ഉണ്ട്. ആ പാർട്ട് മാറ്റി. ഇനി ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം നമുക്ക് നോക്കാം. സി. കാൽസ്യം ഫോസ്ഫേറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ, അത് നോക്കണ്ട. ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം സി ആണ്. സി കണ്ടാൽ നമുക്ക് എന്തുപോലെ തോന്നും? മുട്ട പോലെ തോന്നുമോ? മുട്ടത്തോട് പോലെ തോന്നുമോ? സി കാണുമ്പം മുട്ട പോലെയാണോ മുട്ടത്തോട് പോലെയാണോ? സംശയമില്ല, മുട്ടത്തോടാണ്. ഇതായിരിക്കുന്ന മുട്ടത്തോട്. മുട്ടത്തോടിൻ്റെ പേരാണ് കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ മുട്ടത്തോടിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം കാർബണേറ്റ്. ജീവികളുമായി ബന്ധപ്പെടുത്തിയുള്ള ഷെല്ലുകളെല്ലാം എന്തായിരിക്കും? കാൽസ്യം ഫോസ്ഫേറ്റ്. മുട്ടത്തോട്, കക്കാത്തോട് ഇവയെല്ലാം എന്താണ്? കാൽസ്യം കാർബണേറ്റ്. അപ്പം മുട്ടത്തോടിൻ്റെ പേരെന്താണോ അത് തന്നെയാണ് കക്കാത്തോട്. അപ്പം അതിൻ്റെ പേരെന്താ? കാൽസ്യം കാർബണേറ്റ്. അപ്പം മുട്ടത്തോട്, കക്കാത്തോട് രാസനാമം എന്താ? കാൽസ്യം കാർബണേറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ മുട്ടത്തോട് കിട്ടി, കക്കാത്തോട് കിട്ടി. ഈ കക്കാത്തോടിന് മാറ്റം വരുത്തുമ്പോൾ എന്തായിട്ട് മാറും? ചുണ്ണാമ്പ് കല്ലായിട്ട് മാറും. എന്തായിട്ട് മാറും? ചുണ്ണാമ്പ് കല്ല് അല്ലേ? മുട്ടത്തോട് കിട്ടി, കക്കാത്തോടിനെ കൊണ്ടുവന്നു. കക്കാത്തോടിന് മാറ്റം വരുത്തി എന്താക്കി? ചുണ്ണാമ്പ് കല്ലാക്കി. അപ്പം ചുണ്ണാമ്പ് കല്ലിൻ്റെ പേരെന്താ? കാൽസ്യം കാർബണേറ്റ്. അപ്പം ചുണ്ണാമ്പ് കല്ലിൻ്റെ പേരെന്താണ്? കാൽസ്യം കാർബണേറ്റ്. ഈ ചുണ്ണാമ്പ് കല്ല് തന്നെയാണ് മാർബിൾ. മനസ്സിലായോ? ചുണ്ണാമ്പ് കല്ല് എന്താണോ അതാണ് മാർബിൾ. അത് തന്നെയാണ് ചോക്ക്. ചുണ്ണാമ്പ് കല്ല് എന്താണോ അതാണ് മാർബിൾ. അത് തന്നെയാണ് ചോക്ക്. ഇതിൻ്റെ ഒക്കെ പേരെന്താണ്? കാൽസ്യം കാർബണേറ്റ്. എന്താ ഞാൻ പറഞ്ഞത്? മുട്ടത്തോട്. മുട്ടത്തോടിൻ്റെ പേരെന്താ? ഇതായിരിക്കുന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം കണ്ടില്ലേ? സി. മുട്ടത്തോട് പോലെ പകുതിയെല്ലാം ഉള്ള മുട്ടത്തോടിൻ്റെ പേര് കാൽസ്യം കാർബണേറ്റ്. എന്നാൽ പിന്നെ കക്കാത്തോടിൻ്റെ പേര് എന്ത് തന്നെയാണ്? കാൽസ്യം കാർബണേറ്റ്. അതെന്താ? ജീവികളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഷെല്ലുകൾ, കാൽക്കേരിയസ് ഷെല്ലുകളെല്ലാം കാൽസ്യം കാർബണേറ്റ് ആണ്. കക്കാത്തോടിന് മാറ്റം വന്നപ്പോൾ ചുണ്ണാമ്പുകല്ലായി. അതാണ് മാർബിൾ, അതാണ് ചോക്ക്. മറന്നുപോയാൽ നമുക്ക് ചേർത്ത് വായിക്കാം, ചുമച്ചോ. എന്ത് വായിക്കാം? ചുമച്ചോ. ചുണ്ണാമ്പ് കല്ല്, മാർബിള്, ചോക്ക്. രാസനാമം എന്താ? കാൽസ്യം കാർബണേറ്റ്. അപ്പൊ ചുണ്ണാമ്പ് കല്ല്, മാർബിള്, ചോക്ക്. രാസനാമം എന്താ? കാൽസ്യം കാർബണേറ്റ്. പല്ല് തേക്കുകയല്ലേ? അപ്പോൾ പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകവും എന്ത് തന്നെയാണ്? കാൽസ്യം കാർബണേറ്റ്. ടൂത്ത് പേസ്റ്റ് ഏതുമായിക്കോട്ടെ പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ടൂത്ത് പേസ്റ്റ് ഏതുമായിക്കോട്ടെ പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റ്. എന്നാൽ ടൂത്ത് പേസ്റ്റിൽ വെളുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതൊക്കെയാ? കാൽസ്യം ഫ്ലൂറൈഡും കാൽസ്യം ക്ലോറൈഡ്. അപ്പോൾ ടൂത്ത് പേസ്റ്റിൽ വെളുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതൊക്കെയാ? കാൽസ്യം ഫ്ലൂറൈഡും കാൽസ്യം ക്ലോറൈഡും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ടൂത്ത് പേസ്റ്റ് എന്തുമായിക്കോട്ടെ അതിലെ പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റ്. എന്നാൽ അതിൽ വെളുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാ? കാൽസ്യം ഫ്ലൂറൈഡും കാൽസ്യം ക്ലോറൈഡും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് വൃക്കയിൽ കല്ലുണ്ടാവാറുണ്ട്. വൃക്കയിലെ കല്ല് നോക്കിയേ, ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം കണ്ട ഓ അല്ലേ? ഇരിക്കുന്ന വൃക്കയിൽ ഉരുണ്ട കല്ല്. വൃക്കയിലെ കല്ല് കണ്ട? ഉരുണ്ട കല്ലിരിക്കുന്നുണ്ടോ? വൃക്കയിലെ കല്ലിന്റെ പേരെന്താ? കാൽസ്യം ഓക്സലേറ്റ്. വൃക്കയിലെ കല്ലിന്റെ രാസനാമം എന്താണ്? കാൽസ്യം ഓക്സലേറ്റ്. വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്ന പേരാണ് കാൽസ്യം
ഓക്സലേറ്റ്. ക്ലിയർ ആയല്ലോ? കാൽസ്യം ഓക്സലേറ്റ്. അപ്പോൾ വൃക്കയിലെ കല്ലിന് രാസനാമം എന്താ? കാൽസ്യം ഓക്സലേറ്റ്. അടുത്ത ചോദ്യത്തിന് പ്രാധാന്യം കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ എന്താ കൃത്രിമമായി പഴങ്ങൾ പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു നിരന്തരം PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കാൽസ്യം കാർബൈഡ്. അപ്പോൾ കൃത്രിമമായി പഴങ്ങൾ പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാ? കാൽസ്യം കാർബൈഡ്. കൃത്രിമമായി പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഇനി എന്താ നീറ്റ് കക്കയും കുമ്മായവും എന്താ നമുക്ക് നോക്കാം. നീറ്റ് കക്കയുടെ പേരെന്താണെന്ന് അറിയാമോ? കാൽസ്യം ഓക്സൈഡ്. കാണാതെ അങ്ങ് പഠിക്കുക. നീറ്റ് കക്കയുടെ പേരെന്താ? കാൽസ്യം ഓക്സൈഡ്. നീറ്റ് കക്കയിൽ വെള്ളം ചേർത്താൽ അത് കുമ്മായം. എന്താ പറഞ്ഞേ? നീറ്റ് കക്കയുടെ പേരെന്താ? കാൽസ്യം ഓക്സൈഡ്. അതിൽ വെള്ളം ചേർത്താൽ കുമ്മായം. ഞാൻ വെള്ളം ചേർക്കാൻ പോവാം. കുമ്മായത്തിൻ്റെ പേരെന്താ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. എത്ര PSC പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് കവർന്നുകൊണ്ട് പോയ ചോദ്യമാണ്. അപ്പം നീറ്റ് കക്കയുടെ പേര് കാൽസ്യം ഓക്സൈഡ്. കുമ്മായം, നീറ്റ് കക്കയിൽ വെള്ളം ചേർത്ത കുമ്മായത്തിൻ്റെ പേര് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കിട്ടിയാ? ഒന്ന് പറഞ്ഞു നോക്കിയേ. അസ്ഥി നിർമ്മിച്ച ഘടകങ്ങൾ ഏതൊക്കെയാ? കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും. അസ്ഥിയിലെ പ്രധാന ഘടകം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. അതുകൊണ്ട് അസ്ഥിയെ രാസപരമായി അറിയപ്പെടുന്ന പേര് കാൽസ്യം ഫോസ്ഫേറ്റ്. മുട്ടത്തോട്, കക്കാത്തോട് തുടങ്ങിയ ജീവികളുമായി ബന്ധപ്പെട്ട തോടുകളെല്ലാം കാൽസ്യം കാർബണേറ്റ് എങ്കിൽ ചുണ്ണാമ്പ് കല്ലും മാർബിളും ചോക്കും ഇതിൻ്റെ വകഭേദങ്ങളാണ്. അവയുടെ പേരും എന്ത് തന്നെയാണ്? കാൽസ്യം കാർബണേറ്റ്. ഓർത്തിരിക്കാൻ ഒരു കോഡ് ചുമച്ചോ എന്ന് ഓർത്തിരിക്കാം. ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, ചോക്ക്, ചുമച്ചോ. രാസനാമം കാൽസ്യം കാർബണേറ്റ്. വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്ന പേരാണ് കാൽസ്യം ഓക്സലേറ്റ്. ഏത് ടൂത്ത് പേസ്റ്റ് ആയിക്കോട്ടെ അതിലെ പ്രധാന ഘടകം ഏതാ? കാൽസ്യം കാർബണേറ്റ്. എന്നാൽ വെളുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ടൂത്ത് പേസ്റ്റിൽ ഏതാ? കാൽസ്യം ഫ്ലൂറൈഡും കാൽസ്യം ക്ലോറൈഡുമാണ്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് കാൽസ്യം കാർബൈഡ്? കൃത്രിമമായി പഴങ്ങൾ പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാ? കാൽസ്യം കാർബൈഡ്. മനസ്സിലായോ? കൃത്രിമമായി പഴങ്ങൾ പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ്. ഇനി എന്താ? നീറ്റ് കക്കയുടെ പേര് കാൽസ്യം ഓക്സൈഡ്. നീറ്റ് കക്കയിൽ വെള്ളം ചേർത്താൽ അത് കുമ്മായം. അപ്പോൾ കുമ്മായത്തിൻ്റെ പേരെന്താ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ ആണല്ലോ? ഇത് ഇടയ്ക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇവിടുന്ന് മാർഗ്ഗം നമ്മുടെ പോവരുത്. വീണ്ടും നമുക്ക് അസ്ഥിയിലേക്ക് തിരിച്ചു വരാം. അപ്പം നമുക്ക് അസ്ഥികളിലെ എണ്ണത്തിലേക്ക് കിടക്കാം. ഈ അസ്ഥികളെ നമുക്ക് രണ്ടായി തിരിക്കാം. എങ്ങനെ തിരിക്കാം? അസ്ഥികളെ രണ്ടായി തിരിക്കാം. ഒന്ന് അക്ഷാസ്ഥികൾ. എന്ത് വിളിക്കും? ഒന്ന് അക്ഷാസ്ഥികൾ അല്ലെങ്കിൽ അക്ഷീയ അസ്ഥികൾ. ആക്സൈൽ സ്കെലിട്ടൺ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെയാണ്? ആക്സൈൽ സ്കെലിട്ടൺ. അപ്പോൾ നമുക്കൊന്ന് എഴുതി വെക്കാം. ആക്സൈൽ സ്കെലിട്ടൺ. മറ്റൊന്ന് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ. ഏതാണ്? അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ. അപ്പം അസ്ഥികളെ രണ്ടായി തിരിക്കാം. ഒന്ന് അക്ഷാസ്ഥികളെന്നും മറ്റൊന്ന് അനുബന്ധാസ്ഥികളെന്നും. അക്ഷാസ്ഥികളെന്നും അനുബന്ധാസ്ഥികളെന്നും രണ്ടായി തിരിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ചലനശേഷി ഇല്ലാത്ത അസ്ഥി. ഇതാ നോക്ക്, ഇങ്ങോട്ട് നോക്കുക, ബോർഡിലേക്ക് നോക്കുക. ചലനശേഷി ഇല്ലാത്ത അസ്ഥി കണ്ടില്ലേ? ഈ എക്സ് കണ്ടില്ലേ? ഇത് ഇൻറ്റു ആണ്. ചലനശേഷി ഇല്ലാത്ത അസ്ഥിയാണ് അക്ഷാസ്ഥി. ചലനശേഷി ഉള്ള അസ്ഥിയാണ് ഏതാ? അനുബന്ധാസ്ഥി. മനസ്സിലായോടെ? അപ്പോൾ അസ്ഥികളെ രണ്ടായി തിരിക്കുന്നു. അക്ഷാസ്ഥികളെന്നും അനുബന്ധാസ്ഥികളെന്നും. അക്ഷാസ്ഥിയുടെ ഇംഗ്ലീഷാണ് ആക്സൈൽ സ്കെലിട്ടൺ. അനുബന്ധാസ്ഥിയുടെ ഇംഗ്ലീഷാണ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ. ക്ലിയർ ആയല്ലോ? ഈ അനുബന്ധാസ്ഥികളുടെ എണ്ണം 126. അനുബന്ധാസ്ഥി എത്രയാണ്? 126. അപ്പോൾ അനുബന്ധാസ്ഥികളുടെ എണ്ണം 126. അക്ഷാസ്ഥികളുടെ എണ്ണം 80. അപ്പോൾ അക്ഷാസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80. മനസ്സിലായോ? അസ്ഥികളുടെ എണ്ണം നമുക്ക് വിശദമായി നോക്കാം. തലയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് നമുക്ക് നോക്കാം. തലയെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ? കഴുത്തുൾപ്പെടെയാണ്. തല എന്ന് പറയുമ്പോൾ രാജാക്കന്മാർ വെട്ടിയെടുക്കുന്ന ഇവിടെ തൊട്ട് അല്ലേ? അപ്പോൾ കഴുത്തുൾപ്പെടെ വേണം പറയാൻ. അപ്പോൾ തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാ? 29. തലയിലെ ആകെ അസ്ഥി എണ്ണം 29. ക്ലിയർ ആയല്ലോ? അപ്പോൾ തലയിലെ ആകെ അസ്ഥി 29. കഴുത്തിൽ മാത്രം 7. അപ്പോൾ തലയിൽ മൊത്തം 29, കഴുത്തിൽ മാത്രം എത്രയാണ്? 7. ഒന്ന് കുറച്ചേ. 29 7 പോയാൽ ബാക്കി എത്രയാ? 22. ദാറ്റ് ഈസ് തലയോട്ടി. ഏതാണ്? തലയോട്ടി. ക്ലിയർ ആയല്ലോ? തലയോട്ടി. അപ്പോൾ തലയിൽ മൊത്തം എത്രയുണ്ട്? 29 അസ്ഥി. അതിൽ കഴുത്തിൽ മാത്രമായി 7 അസ്ഥി. എത്ര അസ്ഥിയാണ്? കഴുത്തിൽ എത്ര അസ്ഥിയുണ്ട്? 7 അസ്ഥിയുണ്ട്. എല്ലാ സസ്തനികളുടെ കഴുത്തിലും അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 7. എന്താ അങ്ങനെ പറയാൻ കാര്യം? പണ്ടൊരിക്കൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ചു ജിറാഫിൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം. അപ്പോൾ ചില ആൾക്കാർ വേണേൽ അംശബന്ധം ഉപയോഗിച്ച് കളയും.
11 സെൻറ്റിമീറ്റർ നീളമുള്ള നമ്മുടെ കഴുത്തിൽ 7 എങ്കിൽ 150 സെൻറ്റിമീറ്റർ നീളമുള്ള ജിറാഫിൻ്റെ കഴുത്തിൽ എത്രയാണെന്നൊക്കെ ചിന്തിച്ച് കളയും. അത്രത്തോളം അല്ലെങ്കിൽ ഇത്ര ഹൈറ്റുള്ള ജീവിക്ക് കൂടുതലെന്നുള്ള അംശബന്ധമൊക്കെ ഉപയോഗിച്ച് കളയും. എല്ലാ സസ്തനികളുടെ കഴുത്തിലും അസ്ഥി എണ്ണം എത്രയാ? ജിറാഫിൻ്റെ കഴുത്തിൽ എത്ര തന്നെയാ? 7. മനസ്സിലായോ? തലയോട്ടിയിൽ കഴുത്തില്ലാത്ത ആ ട്രാൻസ്ഫോമറിനകത്തിരിക്കത്തില്ല തലയോട്ടി, ആ തലയോട്ടിയിൽ എത്ര അസ്ഥി ഉണ്ടാ? 22. ക്ലിയർ ആയല്ലോ? തലയോട്ടിയിൽ 22. അതിൽ 14 എണ്ണം മുഖാസ്ഥികളാണ്. മുഖാസ്ഥികളുടെ എണ്ണം 14. മുഖാസ്ഥികളുടെ എണ്ണം 14. ക്ലിയർ ആയല്ലോ? അപ്പോൾ മുഖാസ്ഥികളുടെ എണ്ണം 14. ക്ലിയർ ആയല്ലോ? ഇനി മുഖാസ്ഥി എടുത്ത് മാറ്റി, ഈ തലയോട്ടിക്കകത്ത് മുഖാസ്ഥി ഇളക്കി മാറ്റി, ഇനി കറിച്ചട്ടി കമത്തി വെച്ചേക്കുന്ന പോലുള്ള ഈ ഒരു ഭാഗം, തലച്ചോറ് സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ ഭാഗം ഏതാണ്? കപാലം. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 8. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാ? 8. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ ഒരു കൈയിലെ അസ്ഥി എത്രയാ? 30. ഒരു കൈയിലെ അസ്ഥി എത്രയാണ്? 30. ഒരു കാലിലായാലും അസ്ഥി എത്രയാണ്? 30. ഒരു കൈയിലായാലും ശരി, ഒരു കാലിലായാലും അസ്ഥികളുടെ എണ്ണം എത്രയാ? 30. അപ്പം കൈകാലുകളിൽ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? കൈകാലുകളിൽ ഒരു കൈയിൽ 30, 2 കൈയായപ്പോൾ 60, കൈകാലുകളിൽ ആകെ 126. കൈകാലുകളിലെ ആകെ അസ്ഥി എണ്ണം എത്രയാണ്? 120 അസ്ഥി. കൈകാലുകളിൽ ആകെ അസ്ഥി എണ്ണം 120. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് തോളലുണ്ട്. തോളല്. അപ്പോൾ തോളല് ഷോൾഡർ ബോൺസ് 4 എണ്ണം. തോളൽ എത്രയാണ്? 4 അസ്ഥി. ഷോൾഡർ ബോൺസ് എത്രയാണ്? 4. ഇനി ഇടുപ്പല്ല് 2. ഇടുപ്പല്ല് എത്രയാണ്? 2. അപ്പോൾ തോളല് 4, ഇടുപ്പല്ല് 2. അപ്പോൾ എത്രയായി മൊത്തം? 126. ഇത്രയും അസ്ഥിയാണ് ചലനശേഷിയുള്ള അസ്ഥി, അനുബന്ധാസ്ഥികൾ. അപ്പോൾ അനുബന്ധാസ്ഥിയുടെ എണ്ണം എത്രയാണ്? 126. അനുബന്ധാസ്ഥി എത്രയാണ്? 126. ക്ലിയർ ആയല്ലോ? അപ്പോൾ മനുഷ്യൻ്റെ വാരി എല്ലുകളുടെ എണ്ണം എത്രയാണ്? 24. വാരി എല്ലുകളുടെ എണ്ണം എത്രയാണ്? 24. മനുഷ്യൻ്റെ വാരി എല്ലുകളുടെ എണ്ണം 12 ജോഡി അല്ലെങ്കിൽ 24. മാറല് 1. മാറല് എത്രയാണ്? 1. മാറല് നമുക്ക് ഒരു മാറല്ലാണ് ഉള്ളത്. മാറല് 1. നട്ടലില്ലേ? നമുക്ക് നട്ടല്, ഒരു നട്ടൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ആ നട്ടലാകുമ്പോൾ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. നട്ടൽ വരയ്ക്കുകയാണ്. നോക്കുക, നട്ടലിൽ ഇങ്ങനെ ഓരോ അസ്ഥികൾ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. ഇതിനെ കശേരുക്കൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കശേരുക്കൾ. നട്ടലിൽ ഇങ്ങനെ ഓരോ അസ്ഥി ചേർന്നിരിക്കുകയാണ്. ഇതിനെ ഓരോ അസ്ഥികളെയും കശേരുക്കൾ എന്ന് വിളിക്കും. നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 33. അപ്പോൾ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33. ക്ലിയർ ആയല്ലോ? നട്ടലൊന്നേ ഉള്ള നട്ടൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഓരോ കശേരുക്കൾ ഇരിക്കുകയാണ്. അപ്പം നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 33. ക്ലിയർ ആയല്ലോ? നട്ടലിലെ ആദ്യത്തെ കശേരിൻ്റെ പേരാണ് ഏതാ? അറ്റ്ലസ്. നട്ടലിലെ ആദ്യത്തെ കശേരിൻ്റെ പേരാണ് എന്താ? അറ്റ്ലസ്. അപ്പോൾ നട്ടൽ വരയ്ക്കുകയാണ്. വീണ്ടും നമ്മൾ നട്ടൽ വരയ്ക്കുന്നു. ഇത് ചെറിയ വളമുണ്ട്, അത് ഞാൻ വരച്ചതിൻ്റെയാണ്. അപ്പോൾ നട്ടലിൻ്റെ ആദ്യത്തെ അസ്ഥിയുടെ പേരെന്താണ്? അറ്റ്ലസ്. ഏതാണ്? അറ്റ്ലസ്. രണ്ടാമത്തെ അസ്ഥിയുടെ പേരെന്താണ്? ആക്സിസ്. ഏതാണ്? ആക്സിസ്. ഏറ്റവും അവസാനത്തെ അസ്ഥിയുടെ പേരെന്താ? കോക്സിക്സ്. ഏതാണ്? കോക്സിക്സ്. ഏതാണ്? ഏറ്റവും അവസാനത്തെ അസ്ഥിയുടെ പേരെന്താ? കോക്സിക്സ്. അപ്പം നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാ? 33. ചില പുസ്തകത്തിൽ 26 എന്ന് കാണും. തെറ്റൊന്നും ഞാൻ പറയത്തില്ല. കാര്യം നട്ടലിലെ അസ്ഥികളുടെ എണ്ണം അല്ലെ കശേരുക്കളുടെ എണ്ണം 33 PSCയുടെ മത്സര പരീക്ഷയുടെ ആൻസർ. എന്നാൽ നട്ടലിലെ അവസാനത്തെ കശേരുകൾ ഇങ്ങനെ ചെറുതായി ഫ്യൂസ് ചെയ്താണ് കാണപ്പെടുന്നത്. അത് കൃത്യമായി എണ്ണിയെടുത്താൽ 33. അത് എണ്ണുന്നില്ല എങ്കിൽ 26. മനസ്സിലായല്ലോ? പക്ഷെ നമ്മൾ ഏത് ആൻസർ പഠിക്കേണ്ടത്? 33. സംശയം മാറിയല്ലോ? അപ്പം നട്ടലിലെ അവസാനത്തെ അസ്ഥികൾ ഫ്യൂസ് ചെയ്താണ് കാണപ്പെടുന്നത്. അങ്ങനെ നോക്കിയാൽ 26 പറയത്തുള്ളൂ. എന്നാൽ കൃത്യമായി എണ്ണിയെടുത്താൽ അത് 33. അപ്പം നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 33. ആദ്യത്തെ കശേരിൻ്റെ പേരെന്താണ്? അറ്റ്ലസ്. ഏതാണ്? അറ്റ്ലസ്. ഏറ്റവും അവസാനത്തെ കശേരിൻ്റെ പേരെന്താണ്? കോക്സിക്സ്. ഏതാണ്? കോക്സിക്സ്. ആദ്യ കശേരുവായ അറ്റ്ലസ് കാണപ്പെടുന്ന എവിടാ? കഴുത്തിൽ. അറ്റ്ലസ് കാണപ്പെടുന്ന എവിടെയാ? കഴുത്തിൽ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അറ്റ്ലസ് കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? കഴുത്ത്. അപ്പോൾ അറ്റ്ലസ് കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? കഴുത്ത്. ക്ലിയർ ആയല്ലോ? രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലയുടെ പേര്. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലയുടെ പേര് ചോദിക്കും. എന്താണത്? ലിഗമെന്റ്. ഏതാണ്? ലിഗമെന്റ്. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലയുടെ പേരെന്ത്? ലിഗമെന്റ്. അപ്പോൾ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന കലയുടെ പേരെന്താണ്? ലിഗമെന്റ്. അപ്പോൾ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന കലയുടെ പേരാണ് ലിഗമെന്റ് അഥവാ സ്നായുക്കൾ. ഏതാണ്? ലിഗമെന്റ് അഥവാ സ്നായുക്കൾ. ലിഗമെന്റ് അഥവാ സ്നായുക്കൾ. ക്ലിയർ ആയല്ലോ? ഏറ്റവും അവസാനത്തെ കശേരിൻ്റെ പേരെന്താ? കോക്സിക്സ്. ക്ലിയർ ആയല്ലോ? നമുക്കൊരു വാലുണ്ടായിരുന്നെങ്കിൽ അത് കിളിക്കേണ്ട ഭാഗം അവിടെ ആയിരുന്നു. ഏതാ? കോക്സിക്സ്. അതുകൊണ്ട് തന്നെ കോക്സിക്സിനെ വിളിക്കുന്ന ഒരു ഇരട്ടപ്പേരുണ്ട്, വാൽ ബോൺ, ടെയിൽ ബോൺ. എന്ത് വിളിക്കും? ടെയിൽ ബോൺ അഥവാ വാൽ ബോൺ. ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഈ അസ്ഥിയുടെ ശാസ്ത്രീയ നാമങ്ങൾ നമുക്ക് പഠിക്കണ്ടേ? നമ്മൾ പഠിച്ചതല്ലേ മനുഷ്യരിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാ? തുടയിലിൻ്റെ ശാസ്ത്രീയ നാമം ഏതാ? ഫീമർ. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്ഥിയായ തുടയിലിൻ്റെ ശാസ്ത്രീയ നാമം ഫീമർ. കീഴ്ത്താടിയലിൻ്റെ പേര് അത് നമ്മൾ പറഞ്ഞാ. കീഴ്ത്താടിയലിൻ്റെ പേരെന്താണ്? മാൻഡിബിൾ. കീഴ്ത്താടിയലിൻ്റെ പേരെന്താണ്? മാൻഡിബിൾ. തലയോട്ടിയിൽ ചലനശേഷിയുള്ള ഏക അസ്ഥിയാണ് മാൻഡിബിൾ. അപ്പോൾ കീഴ്ത്താടിയലിൻ്റെ പേരെന്താണ്? മാൻഡിബിൾ. അപ്പോൾ മേൽത്താടിയലിൻ്റെ പേരാണ് മാക്സില്ല. മേൽത്താടിയലിൻ്റെ പേരെന്താണ്? മാക്സില്ല. ഇനി ആപ്പിൾ, മുന്തിരിങ്ങ, ഓറഞ്ച് തുടങ്ങിയ ഫലങ്ങൾ പൊക്കിയെടുക്കാൻ നമുക്ക് എന്ത് വേണം? കൈവിരൽ വേണം. അതിന് എന്ത് വിളിക്കാം? ഫലങ്ങൾ പൊക്കിയെടുക്കാൻ ഫലാഞ്ചസ്. എന്ത് വിളിക്കാം? അപ്പോൾ കൈവിരലിൻ്റെ പേരാണ് എന്താ? ഫലാഞ്ചസ്. അപ്പോൾ കൈവിരലിൻ്റെ പേരെന്താണ്? ഫലാഞ്ചസ്. ഇനി നമ്മുടെ എന്താ? കണങ്കാൽ. അറിയാമല്ലോ, ശകുന്തളയുടെ കണങ്കാലിൽ മുന കൊണ്ട കഥയൊക്കെ നമുക്കറിയാം. കണങ്കാൽ പാദത്തിൻ്റെ തൊട്ട് താഴെയുള്ള മേഖലയാണ് കണങ്കാൽ. ഞാൻ ഇങ്ങോട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ എൻ്റെ കണങ്കാലെ ടാറ് പറ്റി. എന്തോ പറ്റി? അങ്ങനെ ഓർക്കുക, എൻ്റെ കണങ്കാലെ ടാറ് പറ്റിയ എൻ്റെ കണങ്കാലില്ലേ, അതിൻ്റെ പേരാണ് ടാർസൽസ്. ഏതാണ്? ടാർസൽസ്. അപ്പം കണങ്കാലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഏതാ? ടാർസൽസ്. ഏതാണ്? കണങ്കാലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ടാർസൽസ്. ഏതാണ്? ടാർസൽസ്. ക്ലിയർ ആയല്ലോ? അടുത്തത് മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. ഏതാണ്? ഇപ്പം നമ്മൾ മറിഞ്ഞു വീഴുമ്പോൾ റോഡേ കൂടെ നടന്നു പോകും, മറിഞ്ഞു വീണാൽ മുറിവ് പറ്റുന്ന എവിടെയാ? മുട്ടുചിരട്ടയിലാണ്. പറ്റി. പാറ്റല്ലയിൽ, മുട്ടുചിരട്ടയിൽ മുറിവ് പറ്റി നോർക്കുക. മുട്ടുചിരട്ടയുടെ പേര് പാറ്റല്ല. മുട്ടുചിരട്ടയുടെ പേരെന്താണ്? പാറ്റല്ല. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ജോഡിയായി കാണുന്ന രണ്ട് മൂന്ന് അസ്ഥികളെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. റേഡിയസ് അൾന. ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ചാണ് കാണുന്നത്. റേഡിയസ് അൾന. അതുപോലെ മറ്റൊരു ജോഡിയാണ് ടിബിയ ഫിബുല. എന്താ പറഞ്ഞത്? റേഡിയസ് അൾന ഒരു ജോഡിയാണ്, ടിബിയ ഫിബുല മറ്റൊരു ജോഡിയാണ്. റേഡിയോ എടുക്കാൻ കൈ വേണോ കാല് വേണോ? നിങ്ങൾ പറയും. റേഡിയോ എടുക്കാൻ കൈ വേണോ കാല് വേണോ? കൈ വേണം. നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അള്ളും. അത് ഞങ്ങളുടെ തെക്കന്മാർ പറയുന്ന ഒരു ഭാഷയാണ്, അള്ളുക. നിങ്ങളുടെ ഭാഷ പറയുമ്പോൾ മാന്തുക എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ മധ്യ കേരളത്തിൽ മാന്തുക എന്ന് പറയും. ഞങ്ങളത് അള്ളുക എന്നാണ് പറയുന്നത്. അള്ളാൻ കൈ വേണോ കാല് വേണോ? അള്ളാൻ കൈ വേണം. റേഡിയോ എടുക്കാനും കൈ വേണം. അങ്ങനെങ്കിലും ഓർത്തിരിക്കുക. റേഡിയസ് അൾന എന്നീ അസ്ഥികൾ കാണപ്പെടുന്ന എവിടെയാണ്? കൈകളിൽ, ലോവർ ഹാൻഡിൽ. ഇവിടെയാണ് ഇവിടെ 2 അസ്ഥിയുണ്ട്. അപ്പോൾ റേഡിയസ് അൾന എന്നീ അസ്ഥികൾ കാണപ്പെടുന്ന എവിടെയാണ്? കയ്യിൽ. റേഡിയോ എടുക്കാനും കൈ വേണം, അള്ളാനും കൈ വേണം. ഓർത്തിരിക്കുക. അപ്പോൾ റേഡിയസ് അൾന എന്നീ അസ്ഥികൾ കാണപ്പെടുന്ന എവിടെയാണ്? കയ്യിലാണ്. ഓക്കെ. എങ്കിൽ ടിബിയ ഫിബുല എന്നീ അസ്ഥികൾ കാണപ്പെടുന്ന എവിടെയാ? നമ്മുടെ കാലിലാണ്. ടിബിയ ഫിബുല എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? കാലിൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ റേഡിയസ് അൾന എന്നീ അസ്ഥി കാണപ്പെടുന്നത് കൈകളിലാണ്. ടിബിയ ഫിബുല എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? കാലിൽ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ക്ലാസ് നിർത്തുകയാണ്.